بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم. ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും അവന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്നും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു ഇബാദത്താണ് നമസ്കാരം എന്ന് പറയുന്നത്. ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. നിസ്കാരം എന്ന് പറയുന്ന ഇബാദത്ത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി സമയം നിർണയിക്കപ്പെട്ട രൂപത്തിൽ അവൻ നിർബന്ധമുള്ള കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, അയ്യുൽ അഅമാലിൽ അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമേറിയ കർമ്മം ഏതാണെന്ന ചോദ്യത്തിന് ഉത്തരമായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നത് അസ്സലാത്ത്, നമസ്കാരമാണ്. പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തിലെ സഹോദരങ്ങളോട് ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ ജീവിതത്തിൽ എന്തു തന്നെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും മറ്റൊന്നിന്റെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ശരി, ഏറ്റവും പ്രധാനമാണ് ഇബാദത്തുകളിൽ പെട്ടിരിക്കുന്ന നമസ്കാരം എന്ന് പറയുന്നത്. അതിന്റെ സമയത്ത് കൃത്യമായി നിർവഹിക്കുക എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മുമ്പിലിരിക്കുന്ന സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തു, നാളെ പരലോകത്ത് ഒരു മുസ്ലിമിനോട് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയം ഏതാണെന്ന ചോദ്യത്തിന് അവലുമാ യുഹാസബു അലൈഹിൽ അബ്ദു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരു വിശ്വാസിയെ ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നത് ഏത് വിഷയത്തിലാണ്? അല്ലാഹുവിന്റെ റസൂൽ മറുപടി കൊടുക്കുന്നു, അസ്സലാ, നമസ്കാരമാണ്. ഫൈൻ സ്വലഹത് സ്വലഹ സായിറു അമലി വൈൻ ഫസദത് ഫസദത് സായിറു അമലി. ആ നമസ്കാരത്തെ കുറിച്ച് അവനെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അവനതിൽ വിജയിക്കുവാൻ സാധ്യമായാൽ, അതിനവന് മറികടക്കുവാൻ സാധ്യമായാൽ അവന് വിജയിക്കും. നേരെ മറിച്ച് നമസ്കാരത്തെ പറ്റിയുള്ള ചോദ്യത്തിന് അവന് കൃത്യമായി ഉത്തരം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളതെങ്കിൽ, തോന്നുന്നത് പോലെ ഇഷ്ടമുള്ള സമയത്ത് സൗകര്യമുണ്ടെങ്കിലായിരുന്നു ഞാൻ ദുനിയാവിൽ നമസ്കാരം നിർവഹിച്ചത് എന്നതാണ് അവന്റെ ഉത്തരമെങ്കിൽ, അവന്റെ പിന്നീടുള്ള ഓരോ കാര്യവും അബദ്ധമാണ്.
പ്രയാസകരമാണ്, അവന് നരകത്തിന്റെ അഗാധതയിലേക്ക് കടന്നു പോകുമെന്നുള്ളതാണ് പ്രവാചക വചനം. അതുകൊണ്ട് ആ മുഖത്തിൽ എന്റെ പ്രിയമുള്ളവരോട് എനിക്ക് സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തുവാനുള്ളത്, നമസ്കാരം എന്ന് പറയുന്നതിനെ ഏറെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുന്നവരാകണം. അതിൽ യാതൊരു തരത്തിലുമുള്ള അലംഭാവം ഉണ്ടാകുവാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന്റെ നിർവഹണത്തെ കുറിച്ച് വിശേഷിപ്പിച്ചപ്പോൾ, വിശദീകരിച്ചു തന്നപ്പോൾ നമ്മോട് പറഞ്ഞു തന്നു, യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ പോലും നമസ്കാരത്തെ നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല. എന്നിട്ട് യുദ്ധസമയത്തുള്ള നിസ്കാരത്തിന്റെ രൂപത്തെക്കുറിച്ചും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തതായി കൊണ്ട് നമുക്ക് കാണാൻ സാധ്യമാകും. അതുകൊണ്ട് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണമെന്ന് ഗൗരവപൂർവ്വം ആദ്യമേ ഉണർത്തുകയാണ്. പ്രിയമുള്ളവരെ, ആ ഇബാദത്തുകളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തായ നമസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് സുബഹിന്റെ ജമാഅത്ത് എന്ന് പറയുന്നത്. ആ സുബഹിന്റെ ജമാഅത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങളെ ഉണർത്തുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വേറെ ഗൗരവത്തോടു കൂടി കാണേണ്ടുന്ന ഒരു സ്വലാത്താണ്. യഥാർത്ഥത്തിൽ നമ്മുടെ പള്ളികൾ മുഴുവനും നിറഞ്ഞു കവിയേണ്ടുന്ന സന്ദർഭമാണത്. പ്രത്യേകിച്ചും നാട്ടിൻ പ്രദേശങ്ങളിൽ, അങ്ങാടികളിലെ പള്ളികളെ പോലെയല്ല. നാട്ടിൻ പ്രദേശ പള്ളികളിൽ ആ മഹലിലുള്ളവർ മുഴുവനും അവർ ഉണ്ടാവുന്ന സന്ദർഭമാണ് സുബഹി എന്ന് പറയുന്നത്. ആ സുബഹിന്റെ ജമാഅത്തിനെ ഗൗരവത്തോടുകൂടി കാണുന്ന ഒരവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്ത് വരാത്തിടത്തോളം കാലം മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം തല ഉയർത്തി നിൽക്കുവാൻ പ്രയാസമുണ്ടാകും. അവന്റെ ഇസ്സത്തിന് കോട്ടമുണ്ടാകും. നേരെ മറിച്ച് സുബഹിന്റെ ജമാഅത്തിന് മുസ്ലിം ഉമ്മത്ത് ഏറ്റവും ഗൗരവം കൊടുക്കുന്നുവെങ്കിൽ തീർച്ചയായും അവൻ അഭിമാനത്തോടുകൂടിയും അന്തസ്സോടുകൂടിയും ദുനിയാവിലുള്ള ഒന്നിനെയും ഭയപ്പെടാതെയും അവന് ജീവിക്കുവാൻ സാധ്യമാകുമെന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സുബഹിന്റെ നിസ്കാരത്തിനെ കുറിച്ച്, അതിന്റെ ഗൗരവത്തെക്കുറിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിരിക്കുന്ന ഒരുപാട് വാചകങ്ങൾ നമുക്ക് കാണുവാൻ സാധ്യമാകും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്, ആരെങ്കിലും സുബഹി നമസ്കരിക്കുകയാണ് എങ്കിൽ മൻ സല്ല സുബ്ഹ് ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. ഏറ്റവും പ്രധാനമുള്ള കാര്യമാണ്, ആരെങ്കിലും സുബഹിന്റെ ജമാഅത്തിൽ പങ്കെടുക്കുന്നുണ്ട് എങ്കിൽ അവൻ അള്ളാഹുവിന്റെ ദിമ്മത്തിലാണുള്ളത്, അവൻ അള്ളാഹുവിന്റെ സംരക്ഷണയിലാണുള്ളത്. ആലോചിച്ചു നോക്കൂ, ഭരണാധികാരികളായ ആളുകൾ അവർ ധൈര്യസമേതം നടന്നു നീങ്ങുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അവർക്ക് ചുറ്റും തോക്കേന്തിയിരിക്കുന്ന കാവലാളുകൾ ഉള്ളത് കൊണ്ടാണ് അവർ അന്തസ്സോടുകൂടി നടക്കുന്നത്, പേടിയില്ലാതെ അവർ നടക്കുന്നത്. അതവരുടെ സംരക്ഷണമാണ്. എന്നാൽ അറിഞ്ഞു വെക്കുക, മുസ്ലിം ഉമ്മത്തിലെ സഹോദരങ്ങൾ മനസ്സിലാക്കി വെക്കണം, സുബഹിന്റെ ജമാഅത്തിൽ നിങ്ങൾ പങ്കാളികളാണ് എങ്കിൽ അതിന് ഏറെ ഗൗരവത്തോടുകൂടി കണ്ടുകൊണ്ട് സുബഹിന്റെ ജമാഅത്തിനെ സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഫീ ദിമ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ ദിമ്മത്തിലാണ്, അള്ളാഹുവിന്റെ സംരക്ഷണയിലാണ് നമ്മൾ ഉള്ളത് എന്ന് ആലോചിച്ചു നോക്കൂ. പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു, ഇന്ന് നമ്മുടെ മക്കൾ പല സ്കൂളുകളിലേക്കും അവർ യാത്ര തിരിച്ചിട്ടുണ്ട്. പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ദൂരങ്ങളിൽ ഉള്ള സ്ഥാപനങ്ങളിൽ വരെ നമ്മൾ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പിതാവ് എന്നുള്ള നിലയിൽ, ഒരു മാതാവ് എന്നുള്ള നിലയിൽ നമുക്ക് അങ്ങേയറ്റത്തെ വേവലാതിയുണ്ട്. അവരുടെ യാത്രയിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുമോ, ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളിൽ അവർ പെട്ടുപോകുമോ, എന്തെങ്കിലും തെറ്റായ രൂപത്തിലേക്ക് അവർ കടന്നു പോകുമോ എന്ന് ഭയപ്പെടുന്നവരാണ് മുസ്ലിം ഉമ്മത്തിലുള്ളവർ, നമ്മളെല്ലാവരും, എല്ലാ ആളുകളും. എന്നാൽ എന്റെ പ്രിയമുള്ളവരോട് ധൈര്യസമേതം നിങ്ങൾക്ക് ഇരിക്കുവാൻ സാധ്യമാകുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ മക്കൾക്ക് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അള്ളാഹുവിന് സംരക്ഷണം ഉണ്ടാകണം, നമ്മുടെ ഇണകൾക്ക് സംരക്ഷണം ഉണ്ടാകണം, നമ്മുടെ ഭാര്യമാർക്കും നമ്മുടെ ഭർത്താക്കന്മാരും ജോലിക്ക് വേണ്ടി അവർ കടന്നു പോകുമ്പോൾ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് അവർ പോകുന്നതെങ്കിൽ നമുക്ക് എത്ര സമാധാനത്തോടു കൂടി ഇരിക്കുവാൻ സാധ്യമാകും, എത്ര സന്തോഷത്തോടു കൂടി ഇരിക്കുവാൻ നമുക്ക് സാധ്യമാകും. അങ്ങനെ വേണമെന്നുണ്ട് എങ്കിൽ, അള്ളാഹുവിന്റെ സംരക്ഷണം ഒരു മുസ്ലിമിന് ലഭ്യമാകണമെന്നുണ്ട് എങ്കിൽ ഓർമ്മപ്പെടുത്തുന്നു, സുബഹിന്റെ ജമാഅത്ത് നിങ്ങൾ കൃത്യമായി നിർവഹിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, അള്ളാഹുവിന്റെ ദിമ്മത്തുണ്ടാകും, അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും. എന്നാൽ നമ്മൾ ആലോചിച്ചു നോക്കൂ, ഈ ഒരു സംരക്ഷണം എന്റെ മകന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര രക്ഷിതാക്കൾ നമ്മുടെ കൂട്ടത്തിലുള്ളത്? ഈ ഒരു സംരക്ഷണം എന്റെ ഭർത്താവിന് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര ആളുകളാണ്, എത്ര ഭാര്യമാരാണ് ഇവിടെ ഉള്ളത്? ഈ ഒരു സംരക്ഷണം എന്റെ മക്കൾക്ക് ലഭിക്കണമെന്ന് വിചാരിക്കുന്നവർ, ഇണകൾക്ക് ലഭിക്കണമെന്ന് വിചാരിക്കുന്നവർ, അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എങ്കിൽ എന്റെ മക്കൾ പുറത്തേക്കിറങ്ങുമ്പോ, എന്റെ ഇണകൾ പുറത്തേക്കിറങ്ങുമ്പോ, എന്റെ ഭാര്യമാർ പുറത്തേക്കിറങ്ങുമ്പോ അവർക്ക് അല്ലാഹുവിന്റെ സംരക്ഷണം വേണമെന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സുബഹിന്റെ സമയമാകുമ്പോൾ ഇണയെ വിളിക്കുവാൻ നിങ്ങൾ തയ്യാറാവണം.
അവർ ജമാഅത്തിലേക്ക് പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടാക്കുവാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണം എന്നതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞു തരുന്നത്. ഒന്നാമത്തെ കാര്യം അതാണ്. സുബ്ഹിന്റെ ജമാഅത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ആയിക്കൊണ്ട് നമുക്കത് പറയുവാൻ സാധ്യമാകും. അതേപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന രണ്ടാമത്തെ കാര്യമാണ്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രാത്രിയുടെ നമസ്കാരത്തിന്റെ പ്രതിഫലത്തെ കുറിച്ച് നമുക്കറിയാം. അത് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് നമുക്കറിയാം. ഒരു രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലം ലഭ്യമാകുവാൻ സുബ്ഹിന്റെ ജമാഅത്തിൽ നമ്മൾ പങ്കെടുത്താൽ മതി. എത്രയേറെ പ്രതിഫലം ഉണ്ടാകുമെന്ന് ഞാൻ വിശദീകരിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു തരുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യൻ അവൻ ഇശാഇന്റെ ജമാഅത്തിൽ പങ്കെടുക്കുന്നു, അവൻ ഇശാഇന്റെ ജമാഅത്തിൽ പങ്കെടുത്താൽ അവൻ രാത്രിയുടെ പകുതിയിൽ നമസ്കരിച്ചതിന്റെ പ്രതിഫലം അവന് ലഭ്യമാകും. മൻ സല്ലൽ ഇശാ ഫീ ജമാഅ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ, രാത്രി പകുതി നമസ്കരിച്ച പ്രതിഫലം അവന് ലഭ്യമാണ്. ശേഷം പറയുന്നു, വമൻ സല്ല സുബ്ഹ്, ആരെങ്കിലും സുബ്ഹി നമസ്കരിക്കുകയാണ് ഫീ ജമാഅത്തിൻ, ജമാഅത്തായിക്കൊണ്ട് ഫകഅന്നമാ സല്ലൽ ലൈല കുല്ലഹു, നമ്മൾ എത്ര കഷ്ടപ്പെടണം, എത്ര പ്രയാസപ്പെടണം ഒരു രാത്രി മുഴുവൻ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ. എന്നാൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മോട് പഠിപ്പിച്ചു തരുന്നു, നിങ്ങൾ ഇശാഇന്റെ ജമാഅത്തിൽ പങ്കെടുക്കൂ, നിങ്ങൾ സുബ്ഹിന്റെ ജമാഅത്തിൽ പങ്കെടുക്കൂ. അത് നിങ്ങൾ നിർവഹിക്കുകയാണ് എങ്കിൽ രാത്രി മുഴുവൻ നമസ്കരിച്ച കൂലി ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് സുബ്ഹിന്റെ ജമാഅത്തിനെ, ഇശാഇന്റെ ജമാഅത്തിനെ അതിൻ്റെതായ ഗൗരവത്തോടു കൂടി കാണാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. സുബ്ഹിന്റെ ജമാഅത്തുകൾ നഷ്ടപ്പെടുത്തുന്ന വിഷയത്തിൽ ഒരു പ്രയാസവും ഇല്ലാത്തവരെ നമ്മൾ ഓരോരുത്തരും രാത്രിയിൽ എത്രയോ വൈകി വരെ ഫോണിന്റെ മുകളിൽ തോണ്ടിയിരുന്നു കൊണ്ട് സുബ്ഹിന്റെ ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്നവരുണ്ട്. ദുനിയാവിന്റെ പല കാര്യങ്ങൾക്കും വേണ്ടിയുള്ള സഞ്ചാരത്തിനിടയിൽ സുബ്ഹിന്റെ ജമാഅത്തിനെ നഷ്ടപ്പെടുത്തുന്നവരുണ്ട്. ചില ആളുകളെങ്കിലും ദഅവത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ അവർ രാത്രി മുഴുവനും ഓരോ പണികളിൽ ഏർപ്പെടുകയും എന്നിട്ട് സുബ്ഹിന്റെ ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്നവർ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ല, പ്രത്യേകിച്ചും റമദാനിന്റെ അവസാനത്തിലൊക്കെ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, രാത്രി നമസ്കാരത്തിന് രാത്രിയിൽ പ്രത്യേകമായി 2 മണിക്ക് എണീറ്റ് നിന്ന് നമസ്കരിച്ച് സുബ്ഹിന്റെ മുമ്പ് അത്തായം കഴിച്ചുറങ്ങിക്കൊണ്ട് സുബ്ഹി നഷ്ടപ്പെടുത്തുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അറിഞ്ഞു വെക്കുക, ഏറ്റവും പ്രാധാന്യമുള്ളത്, ഏറ്റവും ഗൗരവമുള്ളത് സുബ്ഹിന്റെ ജമാഅത്താണ്. സുബ്ഹിന്റെയും ഇശാഇന്റെയും ജമാഅത്തിനെ പിന്തുടരുവാൻ നിങ്ങൾക്ക് സാധ്യമാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒരു ദിവസം മുഴുവൻ നമസ്കരിച്ച പ്രതിഫലമുണ്ട് എന്ന്. മറ്റൊരു പ്രത്യേകതയാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, സുബ്ഹിന്റെ ജമാഅത്ത് നിങ്ങൾ നിസ്കരിക്കുകയാണ് എങ്കിൽ ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ട്, ഒരു ഉംറ ചെയ്ത പ്രതിഫലം നിങ്ങൾക്ക് ലഭ്യമാകും. എങ്ങനെയാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അനസ് റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സല്ലൽ അദാത ഫീ ജമാഅ, ആരെങ്കിലും സുബ്ഹിന്റെ നമസ്കാരം ജമാഅത്തായി കൊണ്ട് നമസ്കരിക്കുന്നു, സുമ്മ ഖഅദ യദ്കുറുല്ലാഹ് ഹത്താ തത്ലുഅ അശംസ്, സൂര്യൻ ഉദിക്കുന്നത് വരെ അവൻ പള്ളിയിലിരുന്നു അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിക്കുകയാണ് എങ്കിൽ സുമ്മ സല്ല റകഅതൈൻ, പിന്നീട് 2 റകഅത്ത് നമസ്കരിക്കുകയും ചെയ്താൽ കാനതു ലഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറ, അവനൊരു ഹജ്ജിന്റെയും ഒരു ഉംറയുടെയും പ്രതിഫലമുണ്ട്. സുബ്ഹിന്റെ ജമാഅത്തിൽ പങ്കെടുത്തിട്ട് പിന്നീട് സൂര്യോദയം വരെ ദിക്റുകളിൽ മുഴുകി പള്ളിയിലിരുന്ന് 2 റകഅത്ത് നമസ്കരിച്ചാൽ സ്വാഭാവികമായും അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലിരുന്ന സ്വഹാബത്തിന്റെ മുഖത്ത് നിന്നും പ്രവാചകൻ വായിച്ചെടുത്തു. അവർക്കെന്തോ ഒരു സംശയമുള്ളതുപോലെ, അങ്ങനെ കിട്ടുമോ, പൂർണ്ണമായും കിട്ടുമോ എന്നൊരു സംശയമുള്ളതുപോലെയുള്ള ഒരു നോട്ടം അവരുണ്ടായപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അവരോട് പറഞ്ഞു കൊടുക്കുന്നു, 3 പ്രാവശ്യം ആവർത്തിച്ചുകൊണ്ട് പറയുന്നു, അതെ, പൂർണ്ണമായും പ്രതിഫലം ലഭ്യമാകുമെന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സുബ്ഹിന്റെ ജമാഅത്തിനെ പ്രത്യേകമായി നമ്മൾ പരിഗണിക്കുകയും അതിന് ഗൗരവത്തോടുകൂടി എടുക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനിയും പ്രത്യേകതകളുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ ദിവസവും മലക്കുകൾ സുബ്ഹിന്റെ സമയത്തും അസറിന്റെ സമയത്തും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആ സുബ്ഹിന്റെ സമയത്ത് ഇറങ്ങി വരുന്ന മലക്കുകൾ ഇറങ്ങി വരുന്നു, അവർ അസറിന്റെ സമയത്ത് തിരിച്ചു പോകുന്നു. ആ സന്ദർഭത്തിൽ വേറൊരു സംഘം ഇറങ്ങി വരുന്നുണ്ട്. ആ ഒരു സന്ദർഭത്തെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം تجتمع الملائكة الليل وملائكة النهار في صلاة الفجر وصلاة العصر قال فيجتمعون في صلاة الفجر, സ്വലാത്തുൽ ഫജ്റിന്റെ സമയത്ത് ഒരുമിച്ച് കൂടുന്നവർ അവർ പറയും, ഫതസ്ഉദു മലായികത്തുൽ ലൈലി വതസ്ബുതു മലായികത്തുൻ നഹാർ, സുബ്ഹിന്റെ സമയത്ത് രാവിന്റെ മലക്കുകൾ മുകളിലേക്ക് പോവുകയും പകലിന്റെ മലക്കുകൾ ഭൂമിയിൽ നിൽക്കുകയും ചെയ്യും.
അതേപോലെ അസറിന്റെ സമയത്ത് പകലിന്റെ മലക്കൾ മുകളിലേക്ക് പോകും. വൈകുന്ന രാവിന്റെ മലക്കുകൾ അവിടെ ഭൂമിയിൽ നിൽക്കുകയും ചെയ്യുന്ന സന്ദർഭമുണ്ട്. അവർ കയറി ചെല്ലുമ്പോൾ ആ അള്ളാഹുവിന്റെ അടുക്കലേക്ക് കയറി ചെല്ലുന്ന മലക്കുകൾ അള്ളാഹുവിന്റെ സന്നിധാനത്തേക്ക് ചെല്ലും. ആ സമയത്ത് അവരോട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ അവർ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? അസറിന്റെ സമയത്ത് കയറി പോകുന്ന മലക്കൾ കാണുന്നത് അസറിന്റെ ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിശ്വാസികളെയാണ്. അതേപോലെ സുബ്ഹിന്റെ സമയത്ത് കയറി പോകുന്നവർ കണ്ടുകൊണ്ടിരിക്കുന്നത് സുബ്ഹിന്റെ ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെയാണ്. അവർ അല്ലാഹുവിനോട് പറയുമെന്നാണ്, അതൈനാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ അവിടേക്ക് ചെല്ലുമ്പോൾ അവർ നമസ്കരിക്കുന്നവരായിരുന്നു. വതറക്നാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോഴും അവർ നിസ്കരിക്കുന്നവരാണ്. സുബ്ഹിന്റെ ജമാഅത്തിൽ പങ്കെടുക്കുന്നവരോട് മനസ്സിലാക്കി വെക്കണം, നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട്, ഒരുപാട് മഹത്വമുണ്ട്, ഒരുപാട് പ്രാധാന്യമുണ്ട്. അള്ളാഹുവിന്റെ സദസ്സിലാണ് സുബ്ഹിന്റെ ജമാഅത്തിൽ പങ്കെടുത്തവരെ പ്രത്യേകമായി ഓർമ്മിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് അവരോട് പ്രത്യേകമായി ചോദിക്കുന്നത് സുബ്ഹിന്റെ ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആളുകളെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അത് മാത്രമല്ല, പരലോകത്ത് ചില ആളുകൾ അള്ളാഹു പ്രത്യേകം പരിഗണിക്കും. ചില ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മഹത്വം കൊടുക്കും, ചില ആളുകൾക്ക് പ്രത്യേകതകൾ കൊടുക്കും. പരലോകത്ത് ഒരുമിച്ച് കൂട്ടുമ്പോൾ ചില ആളുകൾക്ക് പ്രത്യേകമായ പ്രകാശം ഉണ്ടായിരിക്കും, അവരുടെ കൈകൾക്ക് പ്രകാശമുണ്ടായിരിക്കും. അത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്രകാരം പ്രകാശം ലഭിക്കുന്നവരിൽപ്പെട്ടവരാണ് സുബ്ഹി നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവർ. പുരുഷന്മാർ ജമാഅത്തായി അവരെ പള്ളികളിൽ നിന്ന് നിർവഹിക്കേണ്ടതുണ്ട്. അങ്ങനെ നിർവഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ബശറിൽ മുശാഈന ഫിൽ ളുൽമി അൽ മസ്ജിദ് ബിന്നൂരി താമ യൗമൽ ഖിയാമ, ഇരുട്ടിന്റെ സമയത്ത് പള്ളികളിലേക്ക് നടന്നു പോകുന്നവർക്ക് പരലോകത്ത് പരിപൂർണമായ പ്രകാശം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു. ഈ ഭാഗ്യം ലഭിക്കുന്നത് ആർക്കാണ്? സുബ്ഹിന്റെ ജമാഅത്ത് നിർവഹിക്കുന്ന ആളുകൾക്കാണ്. അതേപോലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ അമലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും രാത്രി നിന്ന് നമസ്കരിക്കുന്നതും നമ്മുടെ സമ്പത്തുകൾ നമ്മൾ ധർമ്മം കൊടുക്കുന്നതും സക്കാത്ത് നിർവഹിക്കുന്നതും നമ്മുടെ സമയം സാമൂഹിക സേവന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ മാറ്റിവെക്കുന്നതും ഇതെല്ലാം അള്ളാഹുവിന്റെ പരലോകം ആഗ്രഹിച്ചുകൊണ്ടാണ്. അവിടെ നമുക്ക് സ്വർഗത്തിലേക്ക് എത്തണമെന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടാണ്. വിശ്വാസികളെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, വല്ലദീന യഖൂലൂന റബ്ബന സ്വരിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ, നരകം എന്ന് പറയുന്നതിൽ നിന്ന്, ആ നരകശിക്ഷയിൽ നിന്നും കാത്തുരക്ഷിക്കണമെന്നുള്ള പ്രാർത്ഥനയാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും അടുക്കൽ നിന്നും ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്, സുബ്ഹിന്റെ ജമാഅത്തിൽ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവർക്ക് പ്രത്യേകമായി നരകത്തിൽ നിന്നുള്ള കാവലുണ്ടാകും. എല്ലാ ഇബാദത്തുകളും നരകത്തിൽ നിന്നുമുള്ള രക്ഷയ്ക്ക് വേണ്ടി തന്നെ ഉള്ളവയാണ്. എന്നാൽ സുബ്ഹിന്റെ ജമാഅത്തിനെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രത്യേകമായി കൊണ്ടെടുത്തുകൊണ്ട് പറയുന്നു, ആരെങ്കിലും സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമയത്തിന് മുമ്പും നമസ്കരിക്കുന്നവരെ നരകം സ്പർശിക്കുക തന്നെയില്ല. ഉദ്ദേശിക്കപ്പെടുന്നത് ഫജ്ർ നമസ്കാരവും അസർ നമസ്കാരവുമാണ്. ഈ രണ്ടു നമസ്കാരങ്ങളാണ് നമുക്ക് വിട്ടുപോകുവാൻ സാധ്യതയുള്ളത്. ഈ രണ്ട് നമസ്കാരങ്ങൾ പ്രത്യേകമായും പിശാച് നമ്മളെ പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നമ്മുടെ ജീവിതം പരിശോധിച്ചാൽ മനസ്സിലാകും. പല സുബ്ഹിന്റെ ജമാഅത്തിൽ പങ്കെടുക്കുന്ന പല ആളുകൾക്കും അസറിന്റെ നമസ്കാരത്തിൽ ജമാഅത്തിൽ പങ്കെടുക്കാൻ കഴിയാറില്ല. അസറിന്റെ ജമാഅത്തല്ല, അസറിന്റെ നമസ്കാരത്തെ തന്നെ അശബ്ദമായി പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നത്, നരകം തൊടാതിരിക്കണമെങ്കിൽ, നരകത്തിൽ പ്രവേശിക്കാതിരിക്കണമെങ്കിൽ ഇശാ നമസ്കാരവും അതേപോലെ അസർ നമസ്കാരവും കൃത്യമായി നിർവഹിക്കുക എന്നുള്ളത്. അതേപോലെ സുബ്ഹിനെ നമസ്കരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകമായി സ്വർഗമുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിക്കുന്നു. പ്രവാചകൻ പറയുകയാണ്, നബി മൂസാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ സല്ലൽ ബർദൈനി, ആരെങ്കിലും തണുപ്പിന്റെ സമയത്തുള്ള നമസ്കാരം നിർവഹിക്കുന്നതെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. ഏതാണ് ഈ തണുപ്പിന്റെ നമസ്കാരം എന്ന് പറയുന്നത്? അത് സുബ്ഹിയും അസറിന്റെ നമസ്കാരവുമാണ്. ഏറെ ഗൗരവമുള്ളതാണ്. പ്രിയമുള്ളവരെ, വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും ഗൗരവമായി തന്നെ കാണുകയും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും
ഈ സ്വലാത്തുൽ ഫജ്ർ നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളതിൽ വാശിയുള്ളവരായി നമ്മൾ മാറുകയും വേണം. കാരണം നമ്മൾ എന്തിനു വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത്, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹത്തിലേക്കുള്ള ആ ആഗ്രഹത്തെ നമ്മൾ വേഗത്തിൽ പൂർത്തീകരിക്കുവാനുള്ള ഒരു മാർഗമാണിത് എന്നുള്ളത് ഈ വാചകങ്ങളിലൂടെ എല്ലാം നമുക്ക് കാണുവാൻ സാധ്യമാകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളത്. അള്ളാഹുവിനെ കാണുക എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഗ്രഹമുള്ള കാര്യമാണ്. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രവാചകനും സ്വഹാബത്തും കൂടി ഇരിക്കുന്ന സന്ദർഭത്തിൽ, പൂർണ്ണചന്ദ്രൻ ഉള്ള ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂൽ തന്റെ മുമ്പിൽ ഇരിക്കുന്ന വിശ്വാസികളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന ഹാദൽ ഖമർ. ഈ പൂർണ്ണചന്ദ്രനെ നിങ്ങൾ കാണുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിനെ കാണാൻ സാധ്യമാകും. ലാ തുവാമൂന ഫി റുഅയതിഹി ഫൈൻ ഇസ്തതഅതും ഇല്ലാ തുഗ്ലബു വലാ സ്വലാത്ത് ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ. നിങ്ങൾക്ക് അല്ലാഹുവിനെ പൂർണ്ണചന്ദ്രനെ കാണുന്നത് പോലെ നിങ്ങൾക്ക് കാണുവാൻ പറ്റും. അതിന് നിങ്ങൾക്ക് ചെയ്യേണ്ടത് സൂര്യാസ്തമയത്തിന് മുമ്പും സൂര്യോദയത്തിന് മുമ്പുമുള്ള നമസ്കാരങ്ങൾ നിങ്ങൾ ഒഴിവാക്കാതിരിക്കുക എന്നുള്ളതാണ്. സൂറത്തുൽ ഫജ്റും സ്വലാത്തുൽ ഫജ്റും അതേപോലെ സ്വലാത്തുൽ അസ്റും, ഈ രണ്ട് നമസ്കാരങ്ങളെ പ്രത്യേകമായി സൂക്ഷിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന മറ്റൊരു അനുഗ്രഹമാണ്, മറ്റൊരു നിഅമത്താണ്. അള്ളാഹുവിനെ യാതൊരു മറയുമില്ലാതെ പൂർണ്ണചന്ദ്രനെ കാണുന്നത് പോലെ കാണാൻ പറ്റും. പ്രിയമുള്ളവരെ, വിശ്വാസികളോട് ഗൗരവത്തോടുകൂടി വളരെ സ്നേഹത്തോടുകൂടി നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇത്രയേറെ ഓഫറുകൾ അള്ളാഹു നൽകിയിട്ടും, ഇത്രയേറെ പ്രത്യേകതകൾ അള്ളാഹു നൽകിയിട്ടും, ഇത്രയേറെ നന്മകൾ അള്ളാഹു നമുക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടും സുബ്ഹിന്റെ ജമാഅത്തിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നവരാണ് നമ്മളെങ്കിൽ, സുബ്ഹിന്റെ ജമാഅത്തിൽ നിർബന്ധമായും പങ്കെടുക്കണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് ബോധവന്മാരല്ലാതിരിക്കുന്നവരാണ് നമ്മളെങ്കിൽ, നമ്മുടെ വിശ്വാസം എവിടെയാണുള്ളത്? നമ്മൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്നുള്ള ആഗ്രഹം അത് എത്രമാത്രം സത്യസന്ധമാണ്? സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ നമ്മൾ ഓരോരുത്തരും. പക്ഷേ ആ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ നിർബന്ധമായും ഉണ്ടാകേണ്ടുന്ന കാര്യമാണ് സ്വലാത്തുൽ ഫജ്ർ. അത് കൃത്യമായി നിർവഹിക്കുക എന്നുള്ളത്. എല്ലാ നമസ്കാരവും കൃത്യമായി ശ്രദ്ധിക്കണം. എല്ലാ നമസ്കാരവും കൃത്യമായി ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമാവുകയുള്ളൂ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് കൃത്യമായി പറഞ്ഞു തന്ന കാര്യമാണ്. ഇന്ന ബൈന റജുലി വബൈന ശിർകി വൽ കുഫർ. ഒരു മനുഷ്യന്റെയും ഷിർക്കിന്റെയും കുഫറിന്റെയും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് തറക സ്വലാ, നമസ്കാരം അത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. പേരുകൊണ്ട് മുഹമ്മദ് എന്നോ, പേരുകൊണ്ട് ഇസ്രായേൽ എന്നോ, പേരുകൊണ്ട് നല്ല മുസ്ലിം നാമങ്ങളായതുകൊണ്ടോ, ഏതെങ്കിലും പ്രവാചകന്റെയോ സ്വഹാബത്തിന്റെയോ നാമങ്ങൾ ഇട്ടു എന്നുള്ളത് കൊണ്ടോ ഒരാൾ മുസ്ലിം ആവുകയില്ല. ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ എന്തു വേണമെന്നുള്ള അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു. മദ്രസ പാഠപുസ്തകത്തിൽ നമ്മൾ കാണാതെ പഠിച്ചു വെച്ച ഒരു ഹദീസുണ്ട്. അല്ലാഹുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാ. വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് സ്വലാത്താണ്. അത് കൃത്യമായി നിർവഹിക്കേണ്ടതുണ്ട്, അതിനെ കൃത്യമായി പരിഗണിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, എന്റെ മുമ്പിൽ ഇരിക്കുന്നവർ ജോലിയുള്ളവരാണ്, തിരക്കുള്ളവരാണ്, അധികാരമുള്ളവരാണ്, പലരും ഉന്നതമായ സ്ഥാനങ്ങളിലാണ് ഉള്ളത്, വലിയ സമ്പത്തിന് ഉടമകളാണ് നിങ്ങൾ. നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടുന്ന കാര്യം, നിങ്ങൾ ആരു തന്നെയാണെങ്കിലും ശരി, അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങളൊരു മുഅ്മിനാവണമെങ്കിൽ, അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങളൊരു മുസ്ലിം ആകണമെങ്കിൽ എന്തു വേണം? നമസ്കാരത്തിനെ കൃത്യമായി നിർവഹിക്കുന്നവരാകണം. ആ നമസ്കാരത്തിൽ സ്വലാത്തുൽ ഫജ്റും അതേപോലെ സ്വലാത്തുൽ അസ്റും നമ്മൾ വളരെ കൃത്യമായി തന്നെ നിർവഹിക്കുകയും ചെയ്യണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. സുബ്ഹിന്റെ നമസ്കാരത്തിന്റെ പ്രത്യേകതകൾ ഇനിയുമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു തന്നു. സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്തിന്റെ ശ്രദ്ധ പറയുന്ന ഒരു ഹദീസ് നമ്മളെല്ലാവരും കേട്ടിരിക്കും. ആയിഷ ബീവി പറഞ്ഞു തരുന്നുണ്ട്, റക്അത്തൽ ഫജ്ർ ഖൈറും മിനദ് ദുനിയ വമാ ഫിഹാ. ആരെങ്കിലും ഫജ്ർ നമസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ഇഹലോകത്ത് ഉള്ളതിനേക്കാളും ഉള്ളതിനേക്കാളും ഏറെ ശ്രേഷ്ഠതയുള്ളതാണ്. നിങ്ങൾക്ക് എന്ത് സൗഭാഗ്യങ്ങളുണ്ടോ, നമുക്ക് ഈ ദുനിയാവ് നമുക്ക് എന്തു തന്നെ നേടിയെടുക്കുവാൻ സാധ്യമാകുമോ, ആ സാധ്യമാകുന്നതിനേക്കാൾ ഒക്കെ എത്രയോ ശ്രേഷ്ഠതയുള്ളതാണ് സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരമെന്ന് ആയിഷ ബീവി പറയുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ചു നോക്കൂ. അങ്ങനെയെങ്കിൽ സുബ്ഹിന്റെ നമസ്കാരം അത് എത്രമേൽ ശ്രേഷ്ഠതയുണ്ടാകും, അത് എത്രമേൽ മഹത്വം ഉണ്ടാകും.
ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ദിവസവും 12 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്നുവെങ്കിൽ അവന് സ്വർഗത്തിൽ ഒരു ഭവനമുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് നമുക്ക് കാണാൻ പറ്റും. അതിന് പുറമെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്തുൽ ഫജ്റിന്റെ സുന്നത്തിന് ഈ ഇഹലോകത്തുള്ളതിനേക്കാൾ ശ്രേഷ്ഠതയുള്ള പ്രതിഫലം കൊടുക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധ്യമാകും. അതുകൊണ്ട് പ്രിയമുള്ളവരോട് ഏറെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണുകയും കൃത്യമായി നമസ്കാരം നിർവഹിക്കുന്നവരാകുവാൻ നമുക്ക് സാധ്യമാകണം. എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാർ, എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, എന്റെ രക്ഷിതാക്കൾ, എന്റെ ഉമ്മമാർ, മുഴുവൻ ആളുകളോടും ഓർമ്മപ്പെടുത്തുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന നിഅമത്തിന് നന്ദി കാണിക്കുന്നതിന്റെ ഒരു രൂപമാണ് നമസ്കാരം എന്ന് പറയുന്നത്. അള്ളാഹു നമുക്ക് ആരോഗ്യം നൽകിയിട്ടുണ്ട്, അള്ളാഹു നമുക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ട്, അള്ളാഹു നമ്മളെ മക്കൾ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്, വേറെ പല രൂപത്തിലുമുള്ള നിഅമത്തുകൾ നമുക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. മഴയായും വെയിലായും വായുവായും എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. അതിനുള്ള നന്ദിയാണ് നമസ്കാരം എന്ന് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രിയമുള്ള വിദ്യാർത്ഥികളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, ചെറുപ്പത്തിലെ നമുക്ക് ശീലമുണ്ടാകണം. നമുക്ക് ഉപകാരം ചെയ്തു തന്നവരോട്, നമുക്ക് അനുഗ്രഹങ്ങൾ നൽകിയവരോട് നന്ദി കാണിക്കുന്നവരാവണം നമ്മൾ. പക്ഷെ നമ്മൾ കാണുന്നത് അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അള്ളാഹുവിനെ മറന്നുപോകുന്നവരെയാണ്, അള്ളാഹുവിന്റെ നിഅമത്തുകൾ ആസ്വദിച്ചുകൊണ്ട് നിഷേധിക്കുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത്. പല ആളുകളും അവരുടെ കച്ചവടത്തിൽ നഷ്ടം വന്നു പോകുമോ എന്ന് വിചാരിച്ചുകൊണ്ട് അവർ ജമാഅത്ത് നമസ്കാരങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് നിസ്കാരത്തിനെ തന്നെ പരിഗണിക്കാതെ അവർ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ ചില ആളുകൾ രാത്രി 12 മണി വരെയും 2 മണി വരെയും ദുനിയാവിന് വേണ്ടി ഓടിയിട്ട് സ്വലാത്തുൽ ഫജ്ർ നഷ്ടപ്പെടുത്തിക്കൊണ്ട് കിടന്നിറങ്ങുന്നു. പ്രിയമുള്ളവരെ, അവർ വിചാരിച്ചു വച്ചിരിക്കുന്നത് അതാണ് എന്റെ ജീവിതത്തിൽ ലാഭമുണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഉറക്കമൊഴിച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് കൊണ്ടാണ് എനിക്ക് വിജയമുണ്ടാക്കുമെന്ന് വിചാരിക്കുന്നെങ്കിൽ അവരോട് ഒരു കാര്യം മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. പരിശുദ്ധ ഖുർആനിന്റെ ഒരു വാചകമുണ്ട്, ലഇൻ ശക്കർതും ലഅസീദന്നകും. ലഇൻ ശക്കർതും, നന്ദി കാണിക്കുകയാണെങ്കിൽ അള്ളാഹു തന്ന നിഅമത്തുകൾ അനുഭവിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളെയും അവന്റെ അധ്യാപനങ്ങളെയും അനുസരിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് എങ്കിൽ അള്ളാഹു പറയുന്നു ലഅസീദന്നകും, നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും, നിങ്ങൾ നിഅമത്തുകൾ അള്ളാഹു ഉയർത്തും. നേരെ മറിച്ച് നിങ്ങൾ ഭൗതികമായി ചിലപ്പോൾ ലാഭമുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും അത് വലിയ നഷ്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനോട് ചേർത്തുകൊണ്ട് പറയുന്ന വാചകം കൂടി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അള്ളാഹു പറഞ്ഞു തരുന്നു, വൈൻ കഫർതും, എന്ന് നിങ്ങൾ നിഷേധിക്കാനാണ് തീരുമാനിച്ചതെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ, അള്ളാഹു തന്ന ബുദ്ധിയെ, അള്ളാഹു തന്ന ആരോഗ്യത്തിനെ, അള്ളാഹു തന്ന സമ്പത്തിനെ ഉപയോഗപ്പെടുത്തിയിട്ട് അള്ളാഹു പറഞ്ഞ ഒരു കാര്യങ്ങളെയും ശ്രദ്ധിക്കാതെ ജീവിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അള്ളാഹുവിന് ഒരു പ്രശ്നവുമില്ല. അള്ളാഹുവിന്റെ ഇസ്സത്തിന് യാതൊരു തരത്തിലുമുള്ള കോട്ടം സംഭവിക്കുകയില്ല. പക്ഷെ അള്ളാഹു പറയുന്നുണ്ട്, ഒരു വാചകം ചേർത്തുകൊണ്ട് പറയുന്നുണ്ട്, വൈൻ കഫർതും, അങ്ങനെയാണ് നിങ്ങളെങ്കിൽ, ആ ഒരു നിലപാടിലേക്കാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പോകുന്നത് എങ്കിൽ അള്ളാഹു പറയുന്നു, എന്റെ ശിക്ഷ എന്ന് പറയുന്നത് അത് കഠിനമായിരിക്കും, എന്റെ ശിക്ഷ എന്ന് പറയുന്നത് അത് കഠിനമായിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരോട് സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ നമസ്കാരത്തിനെ, അതിൽ പ്രത്യേകിച്ചും സുബഹിന്റെയും അതേപോലെ ഇശാഇന്റെയും നമസ്കാരത്തിനെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്നും അവന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സുബ്ഹിന്റെ ജമാഅത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒറ്റ കാര്യം കൂടി പറയാം. നമ്മളിൽ നിഫാഖിന്റെ അടയാളമുണ്ടോ എന്ന് പരിശോധിക്കാൻ പറ്റിയ നമസ്കാരമാണ് സ്വലാത്തുൽ ഫജ്ർ എന്ന് പറയുന്നത്. എന്താണ് നിഫാഖ് എന്നും മുനാഫിഖ് ആരാണ് എന്നും നമുക്കറിയാം. നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ സ്ഥാനമുള്ളവരാണ് മുനാഫിഖുകൾ എന്ന് പഠിപ്പിക്കുന്നുണ്ട്. വേഗതയിൽ ഓർമ്മപ്പെടുത്തിയാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന ഒരു വാചകമുണ്ട്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അസ്ഖല സ്വലാത്തി അലൽ മുനാഫിഖീൻ സ്വലാത്തുൽ ഇശാ വ സ്വലാത്തുൽ ഫജ്ർ. ഒരു മുനാഫിഖിനെ സംബന്ധിച്ചിടത്തോളം
അവന് ഏറ്റവും പ്രയാസമുള്ള രണ്ട് നമസ്കാരങ്ങളാണ്, ഒന്ന് സ്വലാത്തുൽ ഫജ്റും ഒന്ന് സ്വലാത്തുൽ അശ്റും. രണ്ട് നമസ്കാരങ്ങളെയാണ് നമുക്ക് കാണാൻ സാധ്യമാകുന്നത്. ചില ഹദീസുകളിൽ സ്വലാത്തുൽ ഇശാ എന്ന് നമുക്ക് കാണുവാൻ സാധ്യമാകും. ഈ രണ്ട് അസർ, ഇഷാഇന്റെ പേര് പറഞ്ഞതും അതേപോലെ അസറിന്റെ പേര് പറഞ്ഞതുമായ ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധ്യമാകും. ഈ രണ്ടു നമസ്കാരങ്ങളിൽ അമാന്തം കാണിക്കുന്നവരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത് അവർക്ക് നിഫാഖിന്റെ അടയാളമുണ്ട് എന്നതാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്തെല്ലാം വേഗം ആ കാര്യത്തെ മനസ്സിലാക്കുകയും ഗൗരവത്തോടുകൂടി അവർ പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തക്ബീറത്തുൽ ഇഹ്റാം കൈകെട്ടുമ്പോൾ തന്നെ ആ ജമാഅത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് വിഷമമാണ്, പ്രയാസമാണ്, അവരാകെ ബേജാറാകും. നമ്മളോ ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ടോ ഒരു സ്വലാത്ത് തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഒരു പ്രയാസവുമില്ലാത്ത മാനസികാവസ്ഥയിലാണ് നമ്മളെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ഓരോരുത്തരും ഗൗരവമായി തന്നെ പരിശോധിക്കുകയും തെറ്റുകൾ തിരുത്തുകയും വേണം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് ആരെങ്കിലും സ്വലാത്തുൽ ഫജ്റിന്റെ മഹത്വം അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ മുട്ടിലേഞ്ഞിട്ടാണെങ്കിലും ശരി ആ നമസ്കാരത്തിൽ അവർ ജമാഅത്തിൽ അവർ പങ്കെടുക്കുമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരോട് ഏറെ ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തിയിരിക്കുന്ന ഈ വിഷയത്തെ നമ്മൾ ജീവിതത്തിൽ പകർത്തുകയും സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ലോകത്ത് പലയിടങ്ങളിലും യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും സന്ദർഭവുമാണ്. അല്ലാഹുവേ, സകല കുതന്ത്രങ്ങളുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്ന തമ്മാടികൾക്ക് നീ അർഹമായത് നീ കൊടുക്കണം റഹ്മാനെ. അവരെ പരാജയപ്പെടുത്തണം റഹ്മാനെ. സമാധാനവും സന്തോഷവും കളിയാടുന്ന ഒരു ലോകമായി ഈ മാറ്റുവാൻ തൗഫീഖ് നീ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണം റഹ്മാനെ. നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് പോലെ ഗസയിൽ ഇന്നും ഈ സമയത്തും 10-22 മാസമായി തുടങ്ങിയിരിക്കുന്ന യുദ്ധം ഇന്നും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം കൊന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവേ, അവർക്ക് ആശ്വാസവും സമാധാനവും സന്തോഷവും നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, അവിശ്വാസികളുടെ കുതന്ത്രങ്ങൾ നീ പൂർണ്ണമായും പരാജയപ്പെടുത്തുകയും ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ സഹോദരങ്ങൾ, കുടുംബാദികൾ എല്ലാവരെയും എന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നീ ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ അഫ്ൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യായ മിൻഹും വൽ അംവാത്. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനനാ ഫീ ഫലസ്തീൻ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനനാ ഫീ ഗസ. اللهم ثبت أقدامهم اللهم ثبت أقدامهم اللهم اشف جرحاهم اللهم اشف جرحاهم اللهم تقبل شهداءهم اللهم تقبل شهداءهم اللهم إنهم جوعى فاطعمهم اللهم إنهم ظلمون فانصرهم اللهم انصرهم على أعدائهم نصرا كاملا. ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.